ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സെൽഫോൺ ഗുരു. സെൽഫോൺ ഗുരുവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് റെഡ്മിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായിട്ടുള്ള നോട്ട് 9 Pro ആണ്. എന്തൊക്കെയാണ് കമ്പനി നമ്മുടെ ഫോണിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം. അൺബോക്സിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ റെഡ്മി നോട്ട് 9 Proൻ്റെ ബോക്സ് വരുന്നത്. മറ്റുള്ള മോഡലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ബോക്സിലൊന്നും വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം പുറകിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഒരു ഫോൺ നോക്കുന്ന ഒരു വ്യക്തിക്ക് എന്തായാലും അതിൻ്റെ ഫീച്ചേഴ്സ് മറ്റുള്ളവർ ചോദിക്കാതെ തന്നെ നമുക്കറിയാൻ പറ്റും. നമ്മളിവിടെ നിന്ന് അൺബോക്സ് ചെയ്യുന്നത് റെഡ്മി നോട്ട് 9 Pro 6GB വേരിയൻറ്റിൻ്റെ അറോറ ബ്ലൂ കളറാണ്. അപ്പോൾ നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ കിട്ടുന്നത് നമുക്ക് അതിൻ്റെ പൗച്ചായിരിക്കുള്ളൂ. നല്ലൊരു സിലിക്ക ജെൽ ഫുൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പൗച്ചാണ് നമുക്ക് കിട്ടുക. പിന്നെ കൂടാതെ തന്നെ ഒരു സിം ഇജക്ഷൻ ടൂളും നമുക്ക് അതിനകത്ത് തന്നെ കിട്ടും. അതിന് തൊട്ട് താഴെയാണ് നമ്മുടെ റെഡ്മി നോട്ട് 9 Pro വെച്ചിട്ടുള്ളത്. അറോറ ബ്ലൂ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. 4 ക്യാമറയും അതിൻ്റെ പോലെ തന്നെ ഡിസൈനും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. കവറിൽ നിന്ന് അഴിക്കുന്നതിന് മുന്നേ തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. അഴിച്ചു കഴിഞ്ഞാൽ നല്ല ഗ്ലെയറും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. പൗച്ചും കൂടി ഇട്ട് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും നമുക്ക് കാണാനായിട്ട്. കൊള്ളാം, നല്ല അട്രാക്റ്റിംഗ് ഡിസൈനാണ് റെഡ്മി കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് തൽക്കാലത്തേക്ക് ഫോണൊന്ന് മാറ്റി വയ്ക്കാം. നമ്മുടെ ബോക്സിൽ ഇനിയും എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അടുത്തതായിട്ട് നമുക്ക് ഇതിനകത്ത് വരുന്നത് ഇതിൻ്റെ ചാർജിങ് സെക്ഷനാണ്. ചാർജിങ് കേബിളും സി ടൈപ്പ് ചാർജിങ് ആണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഐറ്റംസാണ് നമ്മുടെ റെഡ്മി നോട്ട് 9 Proയിൽ വരുന്നത്. ഹാൻഡ്സെറ്റ്, പൗച്ച്, ചാർജർ ആൻഡ് കേബിള്, സിം ഇജക്ഷൻ ടൂള്, കസ്റ്റമർക്കായിട്ടുള്ളൊരു ക്വിക്ക് കേഡ്. ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന പോലെ തന്നെ നമ്മുടെ ഫോണിലേക്ക് കടക്കാം. നല്ലൊരു ഡിസൈൻ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ നല്ലൊരു ഡിസൈനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഡിസ്പ്ലേൻ്റെ അകത്തോ അല്ലെങ്കിൽ ബാക്കിലോ അല്ല, പവർ ബട്ടണിലാണ് അത് ചെയ്തിരിക്കുന്നത്. നമുക്ക് പവർ ഓൺ ചെയ്യാം. ഓക്കെ ഗായ്സ്, ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷനോട് കൂടിയ 6.67 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. ഡോട്ട് ഡിസ്പ്ലേ ആണ് റെഡ്മി നമ്മുടെ നോട്ട് 9 Proയിൽ തന്നിരിക്കുന്നത്. സൈസ് കേട്ടിട്ട് നിങ്ങൾ ഞെട്ടണ്ട കേട്ടോ. ആൾ പക്ക ക്യൂട്ടാണ്. നല്ല സ്ലിം ആയിട്ടുള്ള ഹാൻഡ്സെറ്റാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 5020 mAh ബാറ്ററി ഉണ്ടെങ്കിലും അതിൻ്റെ യാതൊരു തിക്നെസ്സോ ഫോൺ നമുക്ക് കാണിക്കുന്നില്ല. പിന്നെ അതിനകത്ത് വരുന്നുണ്ടെങ്കിൽ 2 സിമ്മും അതുപോലെ തന്നെ നമുക്ക് മെമ്മറി കാർഡും കൂടി യൂസ് ചെയ്യാൻ തരത്തിലുള്ളതാണ്. ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. 48, 8, 5, 2 എന്നീ 4 ക്യാമറകളാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. ഈ ക്യാമറകളിലെല്ലാം താഴെ നടുവിലായിട്ട് ഫ്ലാഷ് ലൈറ്റും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നല്ലൊരു വലിയൊരു ഇയർ സ്പീക്കറാണ് ഫ്രണ്ടിൽ തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ MIയുടെ റിമോട്ട് സെൻസറും നോയ്സ് ക്യാൻസലേഷൻ മൈക്കും അതിൻ്റെ മോൾ ഭാഗത്തുണ്ട്. ആദ്യം പറഞ്ഞ പോലെ തന്നെ ഫിംഗർ പ്രിൻറ്റ് ഇതിൻ്റെ പവർ ബട്ടണിലാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ IPS LCD ഡിസ്പ്ലേ ആണ്. പക്ഷെ നല്ല ക്ലാരിറ്റി ഉണ്ട്. അതിനർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന PPI 395 ആണ്. ലൈറ്റ് വെയിറ്റ് ആണ് ഫോൺ. കയ്യിൽ കൊണ്ട് നടക്കാനാണെന്നുണ്ടെങ്കിലും ഗെയിമിംഗ് ആണെന്നുണ്ടെങ്കിലും ഗെയിമിംഗ് പറയണ്ടല്ലോ. സ്നാപ്ഡ്രാഗൺ 720G ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന പ്രോസസ്സർ. 8 നാനോമീറ്റർ ടെക്നോളജിയാണ് നമ്മുടെ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. സിം ട്രേയും കാര്യങ്ങളും മെമ്മറി കാര്യങ്ങളും നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡെഡിക്കേറ്റഡ് സ്ലോട്ട് ആയതുകൊണ്ട് നമുക്ക് മെമ്മറി കാർഡ് സെപ്പറേറ്റ് യൂസ് ചെയ്യാൻ പറ്റും. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ നമ്മൾ പേടിക്കേണ്ട. നമുക്ക് ഗെയിം കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ കളിക്കാൻ പറ്റും. ഒരു മിഡ് റേഞ്ചിൽ നമുക്ക് ഗെയിം കളിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഫോൺ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് വേണമെങ്കിൽ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ക്യാമറ സെക്ഷനിലേക്ക് പോകാട്ടോ. ക്യാമറ ഓസം ക്യാമറയാണ്, ഒന്നും പറയാനില്ല. 48 മെഗാ ക്യാമറയാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് നമ്മുടെ ഇതിനകത്ത് ക്യാമറയിൽ വരുന്നുണ്ട്. ഗൂഗിൾ ലെൻസ് ബിൽറ്റ് ഇൻ വരുന്നുണ്ട്. മാക്രോ മോഡ്
നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. വളരെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള നമുക്ക് ചെറിയ ഒബ്ജക്റ്റ് പോലും നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് ഇതിനകത്ത് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എൻ്റെ കൈ തന്നെ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയുന്നില്ലേ. 48 മെഗാ പിക്സൽ നമ്മൾ നിരാശപ്പെടുത്തില്ല കേട്ടോ. നല്ല ക്ലാരിറ്റി ഉണ്ട്. 48 മെഗാ പിക്സലിൽ അൾട്രാ HD ആണ് ഡയറക്റ്റായിട്ട് ഓൺ ആകുന്നത്. അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഫോട്ടോയ്ക്ക് നല്ലൊരു ക്ലാരിറ്റി കിട്ടും. പിക്ചർ ഔട്ട്പുട്ട് എടുക്കാനാണെന്നുണ്ടെങ്കിൽ നല്ല ക്ലാരിറ്റി ആയിരിക്കും. പിന്നെ ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊഫഷണൽ മോഡിലേക്ക് പ്രോ മോഡിലേക്ക് പോകുമ്പോൾ പഴയ പോലെ തന്നെയുള്ള സെറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ഇപ്പോൾ എല്ലാവരും ടിക്ടോക്ക് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരല്ലേ. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസൊക്കെ ഇടാനാണെങ്കിലും ഷോർട്ട് വീഡിയോസൊക്കെ നമുക്ക് ഇതിനകത്ത് തന്നെ നമുക്ക് എടുക്കാൻ കഴിയും. അതിൽ നമുക്ക് പല രീതിയിലുള്ള ഓപ്ഷൻസ് നമുക്ക് ഇതിനകത്ത് സെലക്ട് ചെയ്യാം. ഇപ്പോൾ സ്പീഡ് കാര്യങ്ങളാണെങ്കിൽ പോലും സ്പീഡായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. സ്ലോ മോഷൻ, സൂപ്പർ സ്ലോ മോഷൻ, എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് തന്നെ ചെയ്യാനുണ്ട്. വേറെ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായം ഇല്ലാണ്ട് തന്നെ നമുക്ക് അത് ചെയ്യാം. അപ്പോൾ ഇതിനൊരു നല്ല ഫണ്ണി ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് ഈ കാണുന്നത്. നല്ലൊരു ഭംഗിയാണ്. നമുക്ക് എന്ത് ക്രിയേറ്റിവിറ്റി വേണമെങ്കിലും നമുക്ക് അത് ചെയ്യാൻ പറ്റും. മുൻപ് ഏതോ ഒരു പടത്തിൽ പറഞ്ഞ പോലെ തന്നെ ശ്രീ കലിംഗശേഷി, അന്തരിച്ചുപോയ കലിംഗശേഷി പറഞ്ഞത് കളങ്കളം എഫക്റ്റും പൂക്കൾ എരിയുന്ന എഫക്റ്റും എല്ലാം നമുക്ക് അത് തീർക്കാൻ പറ്റും. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മാത്രം മതി. ഇനി നമുക്ക് ഫ്രണ്ട് ക്യാമറയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ 16 മെഗാ പിക്സലിൻ്റെ നല്ല ക്ലാരിറ്റി ഉള്ള പക്ക ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത്. നല്ലൊരു സെൽഫി എടുക്കാനോ അല്ലെങ്കിൽ സെൽഫി എടുക്കാത്ത ഇന്നത്തെ ആരും ഉണ്ടാവില്ല. സെൽഫി എടുക്കുന്ന ഒരാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ലോ മോഷൻ ഫ്രണ്ട് ക്യാമറയിൽ സ്ലോ മോഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ ബാക്ക് ക്യാമറയിൽ കാണിച്ച എഫക്റ്റുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രണ്ട് ക്യാമറയിലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പം നമ്മൾ ഇതിൻ്റെ ഡിസ്പ്ലേ, അതിൻ്റെ പ്രോസസ്സർ, ക്യാമറ, അങ്ങനെ എല്ലാ പാർട്സിനെ കുറിച്ചും നമ്മൾ അറിഞ്ഞില്ലേ. ഇനി ഇത് കൂടാതെ ഇതിന് മറ്റ് സവിശേഷതകൾ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്, നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് ഇത് നാനോ കോട്ടിംഗ് ടെക്നോളജിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്പ്ലാഷ് പ്രൂഫ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇപ്പോൾ നമ്മൾ ഫോൺ അല്പം ഇപ്പോൾ വെള്ളമൊക്കെ തട്ടിയാലൊന്നും നമ്മുടെ ഫോണിന് വലിയ ഡാമേജ് ഒന്നും വരാൻ ചാൻസ് ഇല്ല, അല്ലെങ്കിൽ അത് ചാൻസ് വളരെ കുറവാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫോണിൻ്റെ പ്രോസസ്സർ വരുന്നത് സ്നാപ്ഡ്രാഗൺ 720G ആണ്. 8 നാനോമീറ്റർ ടെക്നോളജി യൂസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ പെർഫോമൻസ് നല്ലൊരു രീതിയിലുള്ള പെർഫോമൻസ് ആയിരിക്കും കിട്ടുക. സൗണ്ടിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓസം സൗണ്ട് ക്ലാരിറ്റി തന്നെ നമുക്ക് ഇതിനകത്തുണ്ട്. നല്ലപോലെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാറ്ററി ചാർജ് തീർന്ന് ഓഫായി പോകുന്നത് എന്തൊരു കഷ്ടമാണല്ലേ. പക്ഷെ നമ്മുടെ ഈ ഫോണിൽ 5020 mAh ബാറ്ററി ഉണ്ട്. അത് കൂടാതെ തന്നെ ഫാസ്റ്റ് ചാർജിങ്ങും കൂടിയാണത്. 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജി യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഫോണിൽ നിന്ന് വേറൊരു ഫോണിലേക്ക് ചാർജ് ചെയ്യാനുള്ള സംവിധാനം, റിവേഴ്സ് ചാർജിങ് കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള നാവിഗേഷൻ സിസ്റ്റം, നാവൈസി ഇന്ത്യൻ സാറ്റലൈറ്റ് എന്ന നാവിഗേഷൻ സിസ്റ്റമാണ് നമ്മളിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. നോട്ട് 9 പ്രോൻ്റെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ ഇതിൻ്റെ തന്നെ റിവ്യൂ വീഡിയോസ് അടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുള്ളൂ. മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും എത്തുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. സൈനിങ് ഓഫ്, ആദർശ്.